പൂരത്തിന് ഇത്തവണ വലിയ തയ്യാറെടുപ്പുകളാണ്. ഒരുപാട് യോഗങ്ങളൊക്കെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നടത്തി. കഴിഞ്ഞ വർഷം ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ഇത്തവണ അതൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ ധാരാളം യോഗങ്ങളും കൂടിയാലോചനകളും ആശയവിനിമയങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആദ്യം ഒരു യോഗം വിളിച്ചു ചേർത്തു. പിന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി 2 പ്രാവശ്യം യോഗം വിളിച്ചു. ഞാനും രാജമിനിസ്റ്ററും ചേർന്ന് നിരവധി തവണ യോഗം ചേർന്നിട്ടുണ്ട്. എല്ലാ ദേവസ്വങ്ങളെയും പോലീസിനെയും ജില്ലാ ഭരണകൂടത്തിനെയും ഒക്കെ പങ്കെടുപ്പിച്ചു. ആദ്യമായിട്ട് പൂരം കണ്ട ഓർമ്മ അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വളരെ അച്ഛൻ്റെ കൈ പിടിച്ചു. പറയുന്ന പോലെ തന്നെ അച്ഛൻ്റെ കൈ പിടിച്ചു. അതെ, അരുൺകുമാർ ടീച്ചർ ചില്ലറക്കാരിയല്ല, നൃത്തമൊക്കെ ഉണ്ട് ടീച്ചറുടെ കയ്യിൽ. ആദ്യം അത് എവിടെയായിരുന്നു? ഗുരുവായൂർ ചെയ്തിട്ടില്ലേ ടീച്ചർ? ഞാൻ ഒരുപാട് അരങ്ങുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴല്ലേ എന്ന് പറഞ്ഞാൽ ഒരു 22 വയസ്സ് വരെ. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞതിന് മുന്നിലെ വർഷമാണ് അവതരിപ്പിച്ചത്. ഞാൻ ഒരു സത്യം പറയട്ടെ, ടീച്ചർ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. ടീച്ചറുടെ ആ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കുട്ടിത്തം മനസ്സിലുണ്ട്. അതാണ് ടീച്ചർ ഇപ്പോഴത്തെ ഒരു എനർജി. ഇപ്പം ഏറ്റവും അവസാനമായി അവതരിപ്പിച്ച എവിടെയായിരുന്നു? അത് കൂടൽമാണിക്യത്തിലായിരുന്നു. അന്ന് നടന്നത്. ശൈശവ നിഷ്കളങ്കത എല്ലാവർക്കും കുറച്ചുണ്ടാവുന്നത് നല്ലതാണ്. എനിക്കുണ്ടോ ടീച്ചർ? വിലയിരുത്തൽ എന്താ? ജെയ്സൺ വളരെ പക്വതയുള്ള മനുഷ്യരാണ്.